Hello everyone, welcome back to Kerala Hindi Quest. കേരള സെറ്റ് 2026 പ്രിപ്പറേഷൻ സീരീസിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പേപ്പർ 1 യൂണിറ്റ് 1 ജനറൽ സ്റ്റഡീസ് ആണ്. അതിലെ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് ജനറൽ സയൻസ് ആണ്. അതായത് ക്വസ്റ്റ്യൻസ് ക്ലാസ് 10 ലെവലിലെ സയൻസ് കോൺസെപ്റ്റിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്കും ഇത് വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ ജനറൽ സയൻസ് എന്താണെന്ന് നോക്കാം. നമ്മൾ യൂഷ്വലി ജനറൽ സയൻസ് എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിൽ, അതായത് എസ്പെഷ്യലി ക്ലാസ് 10 വരെ പഠിച്ച ബേസിക് സയൻസിൻ്റെ കോൺസെപ്റ്റാണ്. ഈ മൊഡ്യൂളിൽ മെയിനായിട്ടും 4 സെക്ഷൻസ് ആണുള്ളത്: മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി. ഇതിലെ ബേസിക്സ് നന്നായിട്ട് അറിയാമെങ്കിൽ കേരള സെറ്റ് എക്സാമിൽ ഈ മൊഡ്യൂൾ നന്നായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഫസ്റ്റ് തന്നെ മാത്തമാറ്റിക്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ മെയിനായിട്ടും ചോദിക്കുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് നമ്പർ സിസ്റ്റം, പെർസെൻറ്റേജ്, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ആവറേജ്, ടൈം ആൻഡ് വർക്ക്, സ്പീഡ്, ഡിസ്റ്റൻസ് ആൻഡ് ടൈം, സിമ്പിൾ ഇൻട്രസ്റ്റ്, ഇതുപോലെയൊക്കെയുള്ള പോർഷൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫോർമുല മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഇനി ഫിസിക്സ് നോക്കുകയാണെങ്കിൽ ഫിസിക്സ് എന്ന് പറയുന്നത് എനർജി, മാറ്റർ, മോഷൻ എന്നിവയെക്കുറിച്ചൊക്കെ പഠിക്കുന്ന സയൻസിൻ്റെ ഒരു ബ്രാഞ്ചാണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് വരുന്ന മെയിനായിട്ടുള്ള ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മോഷൻ, ഫോഴ്സ്, വർക്ക്, എനർജി, പവർ, ഇലക്ട്രിസിറ്റി, ഹീറ്റ്, ലൈറ്റ്, സൗണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ ഓരോ SI യൂണിറ്റുകളും ഒക്കെ പഠിക്കാൻ ശ്രമിക്കുക. ഇനി കെമിസ്ട്രി നോക്കിയാൽ അതിൽ മെയിനായിട്ടും സബ്സ്റ്റൻസസും അവയുടെ പ്രോപ്പർട്ടീസ്, റിയാക്ഷൻസ് ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിനായിട്ട് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എലമെൻറ്റ്സ്, കോമ്പൗണ്ട്സ്, മിക്സ്ചേഴ്സ്, ആസിഡ്സ്, ബേസസ്, സോൾട്സ്, പീരിയോഡിക് ടേബിൾ, മെറ്റൽസ്, നോൺ മെറ്റൽസ്, കെമിക്കൽ റിയാക്ഷൻസ്, ഇതുപോലുള്ള കാര്യങ്ങളാണ്. ഇതിൽ തന്നെ pH വാല്യൂസും ഒക്കെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ഇനി ലാസ്റ്റായിട്ട് ബയോളജിയിലേക്ക് പോവുകയാണെങ്കിൽ ബയോളജി നമ്മൾ പഠിക്കുന്നത് ലിവിങ് ഓർഗാനിസംസിനെ കുറിച്ചാണ്. അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സെൽ, ഹ്യൂമൻ ബോഡി സിസ്റ്റം, ന്യൂട്രീഷൻ, ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ, ഡിസീസസ്, വാക്സിനേഷൻ, എക്കോസിസ്റ്റം, ബയോഡൈവേഴ്സിറ്റി, പൊല്യൂഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതിൽ തന്നെ ഫോട്ടോസിന്തസിസൊക്കെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ മോഡ്യൂൾ പ്രിപ്പയർ ചെയ്യുമ്പം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണെന്ന് വെച്ചാൽ ക്ലാസ് 10 സയൻസ് ബേസിക്സ് റിവൈസ് ചെയ്യുക. അതായത് ക്ലാസ് 10 വരെയുള്ള സയൻസ് ടെക്സ്റ്റ് ബുക്കുകൾ എടുത്തിട്ട് നന്നായിട്ട് റിവൈസ് ചെയ്ത് നോക്കുക. ഇനി ഓരോ ഫോർമുലാസും പഠിക്കുക. മാത്സിൻ്റെ ആണെങ്കിലും ഓരോ ഫോർമുലാസും പഠിക്കുക. ഫിസിക്സിൻ്റെ കേസിലാണെങ്കിൽ SI യൂണിറ്റുകളൊക്കെ ഓർത്ത് വെച്ചേക്കുക. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ വർക്കൗട്ട് ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ഓരോ സബ്ജക്റ്റിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്